എന്നെ സ്പർശിച്ചത് ബ്രദർ പത്രോസ്ലീഹായുടെ ഉദാഹരണം പറഞ്ഞു, സമറിയാക്കാരിയുടെ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ബൈബിളിലെ തന്നെ അതുപോലെ മത്തായി സ്ലീഹായുടെ അവരുടെയൊക്കെ വിളിയെക്കുറിച്ച് പറഞ്ഞു. സമറിയാക്കാരി വെള്ളം കോരാൻ വന്നതാണ്, അവളൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. അവളൊന്നും പ്രതീക്ഷിക്കാത്തപ്പോഴും അവൾക്ക് കർത്താവ് തൻ്റെ വരദാനങ്ങൾ ധാരാളമായി ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അവൾ കുടം അവിടെ വെച്ചിട്ട് അവൾ ഓടിപ്പോയി അവളുടെ ഗ്രാമത്തിലേക്ക് ചെന്ന് ഒത്തിരി പേരെ ഈശോയുടെ സുവിശേഷം അറിയിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈശോ അവൾക്കൊരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവൾക്ക് അന്യദേവ ആരാധനയും ഉണ്ടായിരിക്കാം, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാനാണ് ഏകദൈവം, എന്നിലേക്ക് സത്യദൈവം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷകൻ വന്നിരിക്കുന്നു എന്നുള്ള സന്ദേശം അവൾക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പത്രോസ്ലീഹായോട് ഈശോ, പത്രോസ്ലീഹ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ആഴത്തിലേക്ക് ഇറക്കി വല വീശുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അങ്ങ് പറയുന്നത് കൊണ്ട് ഞാൻ ചെയ്യാം. അവിടെ ഒരു വലിയ അനുസരണ, ഈശോയോടുള്ള അനുസരണ കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ അഭിഷേകം കിട്ടുകയാണ് ചെയ്തത്. അദ്ദേഹം വലിയ മീൻപിടുത്തം നടത്തി. അതോടുകൂടി തന്നെ തൻ്റെ പാപങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, തൻ്റെ പാപാവസ്ഥ തിരിച്ചറിയാനുള്ളൊരു കൃപ പത്രോസ്ലീഹായ്ക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അപ്പോൾ ആ അവസ്ഥയെ നോക്കാതെ തന്നെ കർത്താവ് പറയുകയാണ്, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. വീണ്ടും വിശുദ്ധ മത്തായിയെ വിളിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നെന്നോ ചുങ്കക്കാരനാണോ പാപിയാണോ നോക്കുന്നില്ല. താൻ ഏൽപ്പിക്കാൻ പോകുന്ന വലിയ ദൗത്യത്തെയാണ് കർത്താവ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അതുപോലെ അവരുടെയൊക്കെ പാപാവസ്ഥ ഈശോയ്ക്ക് അറിയാം. അപ്പം നമുക്കും ഈ കിട്ടിയിരിക്കുന്ന വിളിയിൽ ഒത്തിരി അഭിഷേകങ്ങൾ, ഒത്തിരി ദൗത്യങ്ങൾ, അതുപോലെ ഒത്തിരി വെളിപ്പെടുത്തൽ കിട്ടാനുണ്ട്. ആ വെളിപ്പെടുത്തലുകളൊക്കെ കാത്തിരുന്ന് പലരുടെയും മനസ്സിലെ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന പ്രേക്ഷിത രംഗങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മനുഷ്യരുടെ പാപങ്ങൾ, മനുഷ്യരുടെ ഹൃദയത്തിലെ തിന്മകളൊക്കെ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുവാനുള്ള വലിയ അഭിഷേകം നമുക്കൊക്കെ ഈശോ തരുന്നുണ്ട്. ആ തിന്മകളെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്ത് അവരെയൊക്കെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള വലിയൊരു അഭിഷേകം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ദൈവം തരുന്നതിനെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കൈയടിച്ച് കർത്താവിന് നന്ദി.